ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീ ടീച്ചർ. നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ചെയിൻ റൂള്. ചെയിൻ റൂൾ എന്ന വാക്കിൽ തന്നെയുണ്ട് എന്താണ് ചങ്ങല, അല്ലേ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഡെറിവേറ്റീവ് എടുക്കേണ്ട വരുമ്പോൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുത്ത് ചെയിൻ പോലെ പോകുന്നു. അത് തന്നെയാണ് ചെയിൻ റൂളിൽ പറയുന്നത്. എന്താ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ dy by dx ഈക്വൽ ടു dy by du ഇൻറ്റു du by dx. അതായത് ഒരു ഫങ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ വൈയെ നമ്മൾ യു കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പിന്നെ ആ യുവിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നും ചെയിനായിട്ട് ഡെറിവേറ്റീവ് എടുത്ത് പോകുന്നതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല ടൈപ്പായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. 5-6 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ഓരോ ടൈപ്പ് നന്നായിട്ട് പഠിക്കണം. ഈ ചെയിൻ റൂളിൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ പഠിക്കാനും ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യാനും പോകാമുള്ളൂ. ഈ ചെയിൻ റൂൾ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ എല്ലാ പ്രോബ്ലവും ഈസിയാണ്. ഇതിനകത്ത് വരുന്ന ഓരോ ടൈപ്പിലും ഈ ചാപ്റ്ററിൻ്റെ ഫുൾ പ്രോബ്ലംസ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ റൂളിൻ്റെ വീഡിയോ നല്ല ഭംഗിയായിട്ട് ഓരോന്നും കാണണം. അതും ഇക്വേഷൻസും, ഇത് രണ്ടുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കത് ചെയിൻ റൂളിൻ്റെ ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇത് നമുക്കൊരു ഇക്വേഷനായിട്ട് അറിയാം. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് പല ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2 റേസ് ടു എ സ്ക്വയർ. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാ വെച്ചങ്ങളെ? എ റേസ് ടു എക്സ് അങ്ങനെ തന്നെ വന്നു, പിന്നെ ഈ ലോഗ് എ വന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 റേസ് ടു എക്സ് സ്ക്വയർ. ആ ക്വസ്റ്റ്യൻ എന്താണോ അത് അങ്ങനെ തന്നെ വരും. പിന്നെ നമുക്ക് ലോഗ് 2 വരും. പിന്നെ എന്തോടെ വരും? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തുകൂടി വരും അവിടെ? ഇൻറ്റു 2x വരും. ഇതാണ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതി, ഇവിടെ ഏത് നമ്പർ വരുന്നു അതിന് ലോഗ് ചേർത്തു, പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ സെക്കൻഡ് വൺ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു എക്സ് ക്യൂബ് എന്ന് വെച്ചോ. അപ്പോൾ എന്ത് വരും? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും, 5 റേസ് ടു എസ് ക്യൂബ്. പിന്നെ എന്താ വരുന്നത്? ലോഗ് 5. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ എക്സ് ഒഴിച്ച് വരുന്ന ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ്. അതേതാണ്? എസ് ക്യൂബ്. എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3s സ്ക്വയർ. അപ്പോൾ അവിടെ ഇൻറ്റു എന്തോടെ വരും? 3s സ്ക്വയറോടെ വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതേപോലെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ വേറെ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 7 റേസ് ടു റൂട്ട് എക്സ് ആണെന്ന് വെച്ചോ. 7 റേസ് ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ആദ്യമേ ക്വസ്റ്റ്യൻ വരും, അല്ലേ? അപ്പോൾ എന്ത് വരും? 7 റേസ് ടു റൂട്ട് എക്സ് വരും, പിന്നെ ലോഗ് 7 വരും. ലോഗ് ചേർത്ത് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനെ ചേർത്ത് കൊടുക്കണം. പിന്നെ എന്തോടെ വരും? ഈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇക്വേഷൻ നമ്മൾ എപ്പോഴും പഠിക്കണതിൻ്റെ മുകളിൽ എഴുതി വെക്കണം. ഡൗട്ട് വന്നാൽ അപ്പം നോക്കിക്കോളണം. അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 റൂട്ട് എക്സ് വരും. ആൻസർ ആയി കഴിഞ്ഞു. വല്ല പാടുമുണ്ടോ? അടുത്ത നെക്സ്റ്റ് വൺ നോക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു ടാൻ എക്സ് ആണെന്ന് വെച്ചോ. ആദ്യം എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ എന്താണോ അത് അങ്ങനെ തന്നെ ഇറക്കി എഴുതണം, അല്ലേ? അപ്പോൾ എന്ത് വരും? 5 റേസ് ടു ടാൻ എക്സ്. പിന്നെ എന്തുകൂടി വരും? ഇത് 5 ആണ്. അപ്പം ലോഗ് 5. എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്, അല്ലേ? അപ്പോൾ ഇവിടെ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ മക്കളെ കിടക്കുന്നത്? ഈ ടാൻ എക്സ് അല്ലേ കിടക്കുന്നത്? അപ്പോൾ ആ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻറ്റു എന്തോടെ വരും? സി സ്ക്വയർ എക്സ്. ഇക്വേഷൻ അറിയാൻ പാടില്ലെങ്കിൽ വല്ല കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ അതാണ് ഇക്വേഷൻ നിർബന്ധമായിട്ട് നന്നായിട്ട് പഠിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു ലോഗ് എക്സ്.
എന്തായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്? ആദ്യം എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. അപ്പോൾ എന്ത് വരും? 5 log x വരും. പിന്നെ എന്ത് വേണം? log 5 വരും അല്ലേ? log 5 തീർന്നോ? ഇല്ല. log എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ? 1/x. അപ്പോൾ ഇൻറ്റു എന്തോടെ വരും? 1/x. കാരണം നമുക്കറിയാം d/dx ഓഫ് log x എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പം ആ 1/xോടെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. d/dx ഓഫ് 8 raised to sec x. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതണം അല്ലേ? ഏതായിരിക്കും എഴുതണ്ടേ? 8 raised to sec x. പിന്നെ എന്ത് എഴുതണം? ലോഗ് ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് എഴുതണം. അവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ഏതാ? 8 അല്ലേ? അപ്പോൾ എന്ത് വരും? log 8. തീർന്നോ? എന്തിൻ്റെ ഡെറിവേറ്റീവോടെ എഴുതണം? sec x. എന്താണ് നമ്മൾ d/dx ഓഫ് sec x എന്താ നമ്മൾ പഠിച്ചേക്കണേ? sec x ഇൻറ്റു tan x അല്ലേ? അപ്പോൾ അവിടെ ഇൻറ്റു എന്തോടെ വരും? sec x ഇൻറ്റു tan x ഓടെ വരും. sec x ഇൻറ്റു tan x ഓടെ വരും. അപ്പോൾ sec xൻ്റെ ഡെറിവേറ്റീവും കൂടെ വരും. ക്ലിയർ ആയല്ലോ? ദെൻ ആണ് അനദർ എക്സാമ്പിൾ. ഇത് 6. ദെൻ 7th ക്വസ്റ്റ്യൻ. d/dx ഓഫ് 4 raised to sin x. ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും? നിങ്ങൾ തന്നെ എഴുതി നോക്കിക്കേ. ആദ്യം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. 4 raised to sin x. എന്തോടെ വരും പിന്നെ? ഇത് ഈ ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ഏതാ? 4 അല്ലേ? അപ്പം log 4. തീർന്നോ? എന്തിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം? ഈ വരുന്ന സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം. എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അത് നന്നായിട്ട് അങ്ങ് പഠിച്ചോണം. ദെൻ ആൻസറായി. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ ചെയിൻ റൂളിൽ ഓരോ ടൈപ്പായിട്ട് ഓരോ ഇക്വേഷൻ പഠിക്കും. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ചെല്ലും തോറും ലോഗരിതമിക്കിനകത്തും പാരാമെട്രിക്കിനകത്തും ഹയർ ഡെറിവേറ്റീവിനകത്തൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ വീഡിയോസ് കാണണം. ഓരോന്നും ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാൻ തന്നേക്കണം ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുകയും ചെയ്യണം. നമ്മൾ ചെയിൻ റൂളിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ e⁻x ഡെറിവേറ്റീവ് എന്ത് വരും? e⁻x അല്ലേ? അവിടെ log e എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാത്തതാണ്. കാരണം log e 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയ്ക്കകത്ത് ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. e⁻x = e⁻x. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് e⁻s² ആണെന്ന് വെച്ചോ. ആദ്യം അപ്പോൾ എന്താണ്? ഈ e⁻xൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആദ്യമേ എഴുതുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ e⁻s² എന്ത് ചെയ്യണം? ആദ്യം അത് അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ എന്തായിരിക്കും മക്കളെ നമ്മുടെ ആൻസർ? e⁻s² എഴുതും. തീർന്നോ? ഇല്ല. ഇവിടെ നമ്മൾ ആ s² സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ s² അല്ലേ? അപ്പോൾ അവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ s² ഡെറിവേറ്റീവ് എന്ത് വരും? 2x. സിമ്പിളാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. d/dx ഓഫ് e⁻sin x ആണെന്ന് വെച്ചോ. ആദ്യമേ ഫസ്റ്റ് വേണം എന്ത് എഴുതണം? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം അല്ലേ? അപ്പോൾ ഏത് വരും? e⁻sin x അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം ഏതിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവോടെ വരും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചത്? കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 പ്രാവശ്യം പറഞ്ഞു പഠിച്ചോളണം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ദെൻ അടുത്ത അനദർ എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് e⁻cos x ആണെന്ന് വെച്ചോ. ഡെറിവേറ്റീവ് എന്നാ വരും? ആദ്യമേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. അപ്പം e⁻cos x വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സ്. അപ്പം നമ്മൾ മൈനസ് ഉണ്ട്. ആ മൈനസ് എപ്പോഴും നമ്മൾ നടുക്ക് കൊണ്ട് കൊടുക്കരുത്. ആദ്യം ആൻസറിൻ്റെ ആദ്യം കൊടുക്കുക. നമുക്ക് അറിയാം ഈ ഡെറിവേറ്റീവിനകത്ത് ക്വസ്റ്റ്യനകത്ത് സി വന്നാൽ ആൻസറിൽ എപ്പോഴും എന്ത് വരും? മൈനസ് വരും. അപ്പോൾ നമുക്കറിയാം d/dx ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ആ വാല്യൂ കൊടുത്തു. അതിൻ്റെ ആൻസറായി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. d/dx ഓഫ് e⁻tan 1x. ആദ്യം എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതണം അല്ലേ? അപ്പോൾ എന്ത് വരും? ഈ e⁻tan 1x അങ്ങനെ തന്നെ വരും.
പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. ആ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ? 1/1 + s². ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + s². അത് ആൻസറായി. സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ ഇവിടെ. ദെൻ 5th ക്വസ്റ്റ്യൻ, d/dx e⁻√x ആണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് വരും? √x-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2√x. അപ്പോൾ ഡെറിവേറ്റീവ് dy/dx എന്ത് വരും? dy/dx എന്ന് വേണേൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ e⁻√x അങ്ങനെ തന്നെ വരും. പിന്നെ എന്തോടെ വരും? ഈ √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2√x വരും. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളാണ് അല്ലേ? ദെൻ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് d/dx-ന് പകരം y എന്ന് തരാം. y = e⁻cos −1 x ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ dy/dx എന്ന് എഴുതും. എല്ലാത്തിനും അങ്ങനെ എഴുതാം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം. e⁻cos −1 x അങ്ങനെ തന്നെ വരും. അപ്പോൾ e⁻cos −1 x വരും. ഇനി ഏതിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവാണ് വരണത്? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അതെന്താ നമ്മൾ പഠിച്ചേക്കണേ? -1/√1 - s². ദെൻ ആൻസറായി. Then another example, 7th question. Y = e⁻log x. എന്താ നമുക്കറിയാം? dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ e⁻log x അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും? ഈ log x-ൻ്റെ ഡെറിവേറ്റീവ്. log x-ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ? 1/x. ദെൻ ആൻസറായി. ദെൻ നെക്സ്റ്റ് നമുക്ക് 3ാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. നമുക്കറിയാം d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ എന്താ? n × x⁻n - 1. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയിൻ റൂളിലെ പ്രോബ്ലം നോക്കാമെന്ന് പറയാം. ഇത് നമുക്ക് പാരാമെട്രിക്കിനകത്തും ഹയർ ഡെറിവേറ്റീവിനകത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ചെയിൻ റൂളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒന്നാമത്തെ നോക്കാം. d/dx ഓഫ് x⁻5. എന്താ നമ്മൾ പഠിച്ചേക്കണേ? 5 × x⁻ഒരു നമ്പർ കുറയും അല്ലേ? ഈ 5 ഇപ്പുറത്തേക്ക് പോരും, ഇതിൻ്റെ പവർ 1 കുറയും. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് x⁻8 ആണെങ്കിൽ എന്തായിരിക്കും? 8 × ഈ 8 ഇപ്പുറത്തേക്ക് പോരും, എക്സിൻ്റെ പവർ 1 കുറയും, x⁻7 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 3rd ക്വസ്റ്റ്യൻ, d/dx ഓഫ് x⁻9 എന്തായിരിക്കും? ഈ 9 ഇപ്പുറത്തേക്ക് പോരും, x⁻ഒരു പവർ കുറഞ്ഞ് 8 വരും. അവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യാം. d/dx ഓഫ് x⁻−8 ആണെങ്കിൽ എന്താ പഠിച്ചേക്കണേ? ഈ -8 ഇപ്പുറത്തേക്ക് പോരും, എക്സിൻ്റെ പവർ 1 കുറഞ്ഞ് -9 ആവും അല്ലേ? അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വലിയ പ്രോബ്ലത്തിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദെൻ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y = sin inverse ഓഫ് x² ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം നമുക്ക് ഹയർ ഡെറിവേറ്റീവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ ടൈപ്പ് പ്രോബ്ലം. എങ്ങനെ എഴുതാം? അതിനകത്ത് നമ്മുടെ റൂൾ അനുസരിച്ച് dy/dx കണ്ട ഇവിടെ കിടക്കുന്ന പവർ നേരെ ഇപ്പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഈ 2 നേരെ ഇവിടെ വരും. 2 sin inverse x പവർ 1 കുറയും അല്ലേ? പിന്നെ എന്തു വരും? എക്സ് ഒഴിച്ച് എന്തു വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ശരിക്കും ഏതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എടുക്കണം? ഏതിൻ്റെ ഡെറിവേറ്റീവാ? ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവോടെ വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/√1 - s². നമ്മൾ പഠിച്ചേക്കണെയാണ്. എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/√1 - s². അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം രീതിയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y = tan inverse x (2). എങ്ങനെയായിരിക്കും? ആദ്യമേ ഈ 2 നേരെ ഇപ്പുറം വരും അല്ലേ? അപ്പോൾ dy/dx = 2 × tan inverse x (1). അതായത് ഈ 2 നേരെ ഇപ്പുറത്തേക്ക് വരും.
അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് പവർ 1 എഴുതിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? ആ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അതെന്തായിരിക്കും മക്കളെ? 1/1 + s². ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y = log x the whole square. അവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏത് ഇപ്പുറത്തേക്ക് വരും? ഇവിടെ കിടക്കണ പവർ നേരെ ഇപ്പുറം വരും. അപ്പോൾ therefore dy/dx = 2 log x. പിന്നെ പവർ 1 കുറച്ച് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതെന്തായിരിക്കും? 1/x. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ഓരോ ഇക്വേഷനും അവിടെ എഴുതുന്നില്ല, നിങ്ങൾ ഇക്വേഷൻ എഴുതി വെച്ചേക്കണം. നന്നായിട്ട് പഠിച്ചിട്ടേ പ്രോബ്ലം ചെയ്യാൻ പോളൂ കേട്ടോ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. y = sin³ x. ഇവിടെ നോക്കിയാൽ വെച്ചെങ്കിൽ sin³ വന്നേക്കണേ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രോബ്ലം അനുസരിച്ച് ഇത് നേരെ ഇപ്പുറം വരും. അപ്പോൾ എന്തായിരിക്കും? dy/dx = 3. ഇത് നേരെ ഇപ്പുറം വരുമ്പോൾ 3 വരും. അതിൻ്റെ പവർ 1 കുറയും. അപ്പോൾ sin²x. തീർന്നോ? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? ഈ sin എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും. അപ്പോൾ അതെന്ത് വരും? cos x വരും. sin എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? cos x. ആൻസറായി കഴിഞ്ഞു. ദെൻ അടുത്ത 9th ക്വസ്റ്റ്യൻ നോക്കാം. y = cos³ x. എന്തായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്? തന്നെ പറഞ്ഞു നോക്കി. 3 നേരെ ഇപ്പുറം വരും. അപ്പോൾ എന്താണ്? dy/dx = 3 cos² x. കാരണം ഇവിടുത്തെ പവർ 1 കുറയും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് അവിടെ വരും? ഈ cos എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x അവിടെ വരും. ദെൻ ആൻസറായി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ?